മലയാള സർവകലാശാലയിലാണ് ഗവേഷക വിദ്യാർത്ഥി അനഘ വീണ്ടും സമര രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സർവകലാശാലയ്ക്ക് മുൻപിൽ ടെൻറ്റ് കെട്ടിക്കൊണ്ട് വിവിധ സംഘടനാ പ്രവർത്തകർക്കൊപ്പം സമരം ആരംഭിച്ചിരിക്കുകയാണ്. അനഘ അങ്ങനെ സമരത്തിലേക്ക് കടക്കുകയാണ്. സമരത്തിലേക്ക് ഇന്നലെ രാത്രി 12 മണി മുതൽ കടന്നിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയിൽ സ്ഥിരമായി ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഒടുവിൽ പോലീസിനെ സമീപിക്കുകയും പിന്നീടും യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇവിടുന്ന് വരാതിരുന്നതുകൊണ്ടും ഡെലിഗേറ്റ്സ് വന്ന് സംസാരിച്ചു. ജസ്റ്റിസ് ഫോർ അനഘ എന്ന് പറഞ്ഞിട്ട് കുറച്ച് അധിക സംഘടനകൾ ഒന്നിച്ചു ചേർന്നിട്ടുണ്ടായിരുന്നു. അവർ വന്ന് ഇവിടെ സംസാരിച്ചു. വന്ന ഡെലിഗേറ്റ്സിനെ അപമാനിക്കുന്ന രീതിയിലാണ് ഡോക്ടർ ഭരതൻ രജിസ്ട്രാർ സംസാരിച്ചത്. അപ്പോൾ ഞങ്ങൾ പിന്നീട് എന്നെ ഒരു മാനസിക രോഗിയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ മാനസിക രോഗമുള്ള ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, വെറുതെ പറയുന്നതാണ്, പ്രതികരിക്കുന്നു, അതൊരു പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു തരത്തിൽ ഇവരെ നീതി നടപ്പിലാക്കി തരില്ലെന്ന് മനസ്സിലായി. പിന്നെ പറയുന്നതെല്ലാം പച്ചക്കള്ളം വിളിച്ചു പറയുന്നുണ്ട്. തെളിവ് കയ്യിലുണ്ടായിട്ട് പോലും പച്ചക്കള്ളം പറയുന്നു. രാത്രി 12 മണിക്ക് ഞങ്ങൾ സമരം തുടങ്ങി. സമരപ്പന്തലിലിരിക്കുന്ന സ്ത്രീകൾക്ക് ടോയ്ലറ്റിൽ പോകണമായിരുന്നു. ആ ആവശ്യം പോലും അദ്ദേഹം നിഷേധിച്ചു. എൻ്റെ ഭാര്യയും മകളൊന്നും ഒരു പൊതുസ്ഥാപനത്തിലെ ടോയ്ലറ്റിൽ പോകാറില്ല, സ്ത്രീകൾ അങ്ങനെ ചെയ്യാറില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഇവർ പ്രശ്നം ഉണ്ടാക്കിയാണ് ടോയ്ലറ്റിൽ പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. അത്തരത്തിൽ വളരെ മോശമായിട്ട് ഒരു പ്രതികരണമാണ് അവിടെ നിന്നുണ്ടായത്. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ എൻ്റെ മാത്രം പ്രശ്നമല്ല, ഇതൊരു സമൂഹത്തിൻ്റെ മൊത്തം പ്രശ്നമാണ്. ഈ സിസ്റ്റം ചേഞ്ച് ആകുന്നത് വരെ ഇപ്പോൾ എൻ്റെ പ്രശ്നത്തിൽ കുറ്റാരോപിതരായ അധ്യാപകരെ പുറത്താക്കണമെന്നും അതുപോലെ രോഹിത് ആക്ടിൻ്റെ എനാക്ട്മെൻറ്റ്, അത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പൊതുമധ്യത്തിൽ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ ഡോക്ടർ ഭരതൻ, അദ്ദേഹം പൊതുമധ്യത്തിൽ മാപ്പ് പറയുകയും ചെയ്യണം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുകയും വേണം. ഞങ്ങളുടെ ആവശ്യം ഇതാണ്. മറ്റു വിദ്യാർത്ഥികൾ കൂടി ഭാഗമാകും, ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ട മറ്റു വിദ്യാർത്ഥികളുടെ സമരത്തിന് ഭാഗമാകും. മറ്റു വിദ്യാർത്ഥികളുണ്ടാവും. വേറെ 2 വിദ്യാർത്ഥികൾ കൂടി പൊതുമധ്യത്തിൽ ഇത് പറയാൻ തയ്യാറായിട്ടുണ്ട്. കുറേ കുട്ടികളും പേടിച്ചകത്ത് നിൽക്കുകയാണ്. അവരുടെയൊക്കെ വോയിസ് കയ്യിലുണ്ട്. അവരുടെ കൂടെയൊക്കെ പ്രതികാര നടപടികൾ ഉണ്ടാവും എന്ന് ഭയന്നത് കൊണ്ട് മാത്രം അവർ പുറത്ത് പറയാതിരിക്കുകയാണ്. കോഴ്സ് കഴിഞ്ഞിറങ്ങിയാൽ പറയാൻ തയ്യാറായി പലരും നിൽക്കുന്നുണ്ട്. തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല വിദ്യാർത്ഥികളും സമാന അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്. അവരൊക്കെ ഇനി തുറന്നു പറച്ചിലുമായി രംഗത്തേക്ക് എത്തുകയാണ്, സമരത്തിൻ്റെ ഭാഗമാവുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ വിദ്യാർത്ഥി സംഘടന ഭാരവാഹികളൊക്കെ തന്നെയുണ്ട്, സമരത്തിലേക്ക് കടക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. നമ്മൾ മലയാള സർവകലാശാല ഐക്യജനാധിപത്യ വിദ്യാർത്ഥി മുന്നണി അനഘയുടെ വിഷയം കേട്ട സമയത്ത് നമ്മൾ ഉറപ്പിച്ചൊരു കാര്യമാണ് അനഘയ്ക്ക് നീതി മേടിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യം. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വിഷയമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് സമാനമായിട്ടുള്ള നിരവധി പരാതികൾ ഈ സർവകലാശാലയിലെ ഈ പറയുന്ന അധ്യാപകർക്കെതിരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒഫീഷ്യലി ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട് പരാതികൾ. സർവകലാശാല VCക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തെളിവുകൾ നമ്മളെ കയ്യിലുണ്ട്. പക്ഷേ ഈ ഒരു പരാതി മാത്രം, അല്ലെങ്കിൽ ഈ ഒരു പരാതികളെല്ലാം വെറുതെ ഒരു വിരുദ്ധം, അതായത് യൂണിവേഴ്സിറ്റിനെ അപകീർത്തിപ്പെടുത്താന്നുള്ള രീതിയിൽ മാത്രമായിട്ട് ഇവർ ചിത്രീകരിച്ചപ്പെടുത്തിയുണ്ട്. ഇവരെല്ലാം തള്ളിപ്പറയുന്ന രീതിക്കാണ് സർവകലാശാല നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് ഞങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്തം. തീർച്ചയായിട്ടും ഞങ്ങൾ അതിൻ്റെ മുന്നോട്ട് തന്നെയാണ്. ഈ അനഘയ്ക്കും അതുപോലെ തന്നെ വേറെയും രേഷ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെൺകുട്ടി ഇതേ അധ്യാപകനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു സ്റ്റുഡൻറ്റ് കൂടി 2022 പഠിച്ചു പോയൊരു പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ മുൻനിർത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള സമര പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാനാണ് KSUവും MSFും തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നീതി അത് ഞങ്ങൾ ചോദിച്ച് മേടിക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസിനും ഞങ്ങൾ തയ്യാറല്ല എന്ന് മാത്രം പറയുകയാണ്. വിവിധ സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് തുടർന്നുള്ള സമരപരിപാടികൾ? തുടർന്നുള്ള പരിപാടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റിസ് ഫോർ അനഘ എന്ന് പറഞ്ഞിട്ടൊരു ഫോറം ഉണ്ടാക്കിയിട്ടുണ്ട്. കൺവീനർ ഐസയിലുള്ള അർഷാദാണ്, ഞാൻ കൺവീനറാണ്. അപ്പോൾ നമ്മളുടെ പ്ലാന്, നമ്മളിവിടെ ADF എന്നുള്ള ആളുകളുണ്ട്, MSF എന്നുള്ള ആളുകളുണ്ട്, ഒരുപാട് സംഘടനകൾ ഇപ്പോൾ ഈ വിഷയത്തിൽ ഒന്ന് ചേർന്നിട്ടുണ്ട്. അപ്പം പലർക്കും ഒരുമിച്ച് ബേസിക് പ്ലാൻ ഇത് അനഘയ്ക്ക് നീതി കിട്ടിയിട്ട് മാത്രമേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളതാണ്. അത് എന്തായാലും നമുക്ക് അതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല. അതിൻ്റെ കൂടെ തന്നെ മലയാളം സർവകലാശാലയിലെ ജാതീയമായ പ്രാക്ടീസുകളെ കുറിച്ചുള്ള അന്വേഷണം വേണം. അരുൺ ബാബു, ജെനി വർഗീസ് എന്ന് പറയുന്ന അധ്യാപകർ, പിന്നെ ഭരതൻ എന്ന് പറയുന്ന രജിസ്ട്രാർ, ഇവരൊക്കെ അക്കൗണ്ടബിൾ ആവണം, രാജിവെക്കണം. ഇതിൽ അരുൺ ബാബുവും ജെനി വർഗീസും എന്തായാലും രാജിവെക്കണം, അല്ലെങ്കിൽ പുറത്താക്കപ്പെടണം. അതിനൊരു ഇത്രയും കാലമായിട്ട് വിദ്യാർത്ഥികളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാരമ്പര്യമുള്ള ഒരു എന്താ പറയുക സ്ഥാപനമാണിത്.
അതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടക്കണം. കേരളത്തിൽ മറ്റ് യൂണിവേഴ്സിറ്റികളിലും ഇതേപോലെയുള്ള ജാതീയമായ വിഷയങ്ങൾ എങ്ങനെയൊക്കെയാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ദീപ പി മോഹനൻ്റെ സമരത്തിന് ശേഷം ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ആ ഓർഡർ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് കൃത്യമായ അന്വേഷണം വേണം. പിന്നെ രോഹിത് വെമുല ആക്ട് പോലെയുള്ള ആക്റ്റുകൾ, അതായത് ഇങ്ങനെ ക്യാമ്പസുകളിൽ വിവേചനം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്യപ്പെട്ട ഒരു ആക്റ്റാണ് രോഹിത് വെമുല ആക്ട്. അതർവൈസ് ഇവരെ ഈ ഇത്തരത്തിലുള്ള വിവേചനത്തിന് UGCയിലോ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ അക്കൗണ്ടബിൾ ആക്കുന്ന യാതൊരു ആക്റ്റും നിലവിലില്ല. അപ്പം അത്തരം ആക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുവരാൻ അതൊക്കെ ഏറ്റവും അർജൻറ്റായിട്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുള്ള ദളിത് വിദ്യാർത്ഥികളുടെ സുതാര്യമായ എന്താ പറയുക എളുപ്പമുള്ള ഒരു ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട് അത് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ രോഹിത് വെമുല ആക്ട് വരിക എന്നുള്ളതും എല്ലാ യൂണിവേഴ്സിറ്റികളിലും കാസ്റ്റ് ഓഡിറ്റ് നടക്കുക എന്നുള്ളതും. ഇതുപോലുള്ള വിദ്യാർത്ഥികൾക്ക് നീതി കിട്ടുക, ഇതുപോലുള്ള അധ്യാപകർ പുറത്താക്കപ്പെടുക എന്നുള്ളത് ഇമ്മീഡിയറ്റ്ലി ഇന്ത്യയിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. തന്നെയാണ് അവരുടെ ആവശ്യങ്ങളും അവരുടെ തീരുമാനങ്ങളും അവർ മുന്നോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും സമരവുമായി മുന്നോട്ട് പോവുക, അവർ ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കും വരെ സമരപരിപാടികളുമായി ഇവിടെ തുടരാൻ തന്നെയാണ് സമര സംഘത്തിൻ്റെ തീരുമാനം. ഷഫീഖ് അർലായ്ക്കൊപ്പം വി സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.